ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജയപ്രകാശ് ചാവക്കാട്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലെ ബഡ് ചെയ്തിട്ടുള്ള ബട്ടറിൻ്റെ തയ്യാട്ടം. അപ്പോൾ ഞാനത് സാധാരണ കുരു കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ ബഡ് ചെയ്താണ്. അപ്പോൾ ബഡ് ചെയ്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള നിറച്ച് കായ ഉണ്ടാവാറുണ്ട്. നമ്മുടെ തൃശ്ശൂർ തന്നെയാണ്. അപ്പോൾ അവിടുന്ന് കൊടുത്തിട്ടുള്ള കൊമ്പ് വെട്ടിയിട്ട് ആ കൊമ്പ് ഞാൻ ബഡ് ചെയ്താണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടോ. അപ്പോൾ ഇതിലൊക്കെ ഞാൻ ബഡ് ചെയ്താണ്. ഇത് ഒന്ന് കണ്ട, ഇത് ബഡ് ചെയ്താണ്. ഇതൊന്ന് കാണിച്ചേ. ഇത് കണ്ട, ഇത് നന്നായി ബഡ് ചെയ്താണ്. അതേപോലെ തന്നെ ഇതാ ഇവിടെ ഇതിൽ കണ്ട ബഡ് ചെയ്തത് ജോയിൻറ്റ് കണ്ടിട്ടില്ലേ. അതുപോലെ ഇതിൽ കണ്ട എല്ലാം ബഡ് ചെയ്താണ്. ശരിക്കും ഇത് ബഡ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട്. കണ്ട, നല്ല അടിപൊളിയായിട്ട് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് നിലത്തേക്ക് കുഴിച്ചിട്ടു. ഇവിടേക്ക് കണ്ടില്ലേ, കൊമ്പുകളൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇനി കൊമ്പുകളൊക്കെ ഒന്ന് മേലേക്ക് കയറ്റി വെക്കണം, മേലേക്ക് മാറ്റി വെക്കണതൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ ഇത് നല്ല ഇതിൽ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ഞാൻ ചെടി. നല്ല ഇതിൽ കുഴിച്ചിട്ടൊക്കെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കണ്ട കൊമ്പളക്ക് നല്ല നോക്കി അടിപൊളിയായിട്ട് നിറച്ചപ്പോൾ ഞാൻ താഴ്ന്നുള്ള കൊമ്പളക്ക് ഞാനിങ്ങനെ ഓവറായിട്ട് വരുന്നതൊക്കെ ഇതിൽ കണ്ടില്ല. ഇതിൽ ഓവറായിട്ട് വരുന്നതൊക്കെ ഞാൻ എന്ത് പണി ചെയ്തു, ഇതൊക്കെ ഇങ്ങനെ നുള്ളിട്ട് കൊടുത്തു. ഇത്രയൊന്നും അധികം കുറേ കൊമ്പുകളൊന്നും വെക്കാറില്ല. ഹൈറ്റ് ആയതിനു ശേഷം വെക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്തു. അല്ല, നല്ലത് ഒരെണ്ണം മാത്രം നിർത്താറുള്ളൂ. ബാക്കിയൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ നിർത്തുക ചെയ്യണത്. അപ്പോൾ കണ്ട, ഇത് നല്ല ഉഷാറായിട്ട് ഇനിയിപ്പോൾ കായ ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് അറിയില്ല. നല്ല മേലൊക്കെ നല്ല ഇതിൽ വന്നിട്ടുണ്ട്. കൊമ്പളൊക്കെ നോക്കിയാൽ മേലത്തെ കൊമ്പ് നല്ല ഉഷാറായിട്ടുണ്ട്, നല്ല ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ കൊമ്പിനെ ശരിക്കും പറയണമെങ്കിൽ ഇതൊക്കെ താഴ്ന്നു കിടക്കുന്നതൊക്കെ ഇങ്ങനെ മേലക്കാക്കിയിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കണം. ഇങ്ങനെ ഇതൊന്നും കെട്ടണം തന്നെയാണ്. കയറെടുത്തിട്ട് കെട്ടിക്കഴിഞ്ഞാൽ മേലേക്ക് അങ്ങനെ വളർത്താൻ പറ്റും. അപ്പം ഞാനിപ്പോൾ രണ്ടെണ്ണം കെട്ടി വെച്ചു. ഈ ബാക്കിയുള്ള കൂടി കെട്ടി വെക്കണം. പിന്നെ ഈ ഇലകളൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയണം നല്ലതാണ്. കാരണം ഇതിന് വെയിറ്റ് നല്ലതായിട്ട് കൂടിയിട്ട് ഈ ഇലകളൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയും. കുറച്ച് വെയിറ്റ് കുറയുന്നു. ഇലകളൊക്കെ പൊട്ടിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് തന്നെ കൊടുക്കുക. അതിൻ്റെ വളം അതൊക്കെ തന്നെയാണ്. ഈ ഇലകളൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ പൊട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കുറച്ച് വെയിറ്റ് കുറയും. അല്ലെങ്കിൽ കൊമ്പുകളൊക്കെ ആകെ എന്താ പറയുക, അപ്പം അതിന് വളമായും ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ വളമായിട്ട് അതൊക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് വല്ല കായ ഉണ്ടാവണേൻ്റെ വല്ല ഐഡിയ ഒക്കെ പറഞ്ഞു തരണം. വേറെ എന്തെങ്കിലും വല്ല ചെയ്യാണ്ടോന്നൊക്കെ പറഞ്ഞു തരണം. ഇത്ര മതി നമുക്ക്. ഇനി നമുക്കിതിനെ മെല്ലെ ഇതിൽ കൂടെ ഇങ്ങനെ കയറ്റി ഇങ്ങനെ ഇതിനവിടെ ലോക്ക് ചെയ്തിടാം. ഈ മേലോ ഒരു കൊമ്പൂടെ ലോക്കായിട്ടു. ഇനി അടുത്ത കൊമ്പിൻ്റെ ഇതുപോലെ തന്നെ ഇല പൊട്ടിച്ചിട്ട് നമ്മൾ ഇലയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിന് ഇതുപോലെ തന്നെ ഏതെങ്കിലും കൊമ്പിൻ്റെ ഇടയിൽ വേണ്ടിയിട്ടുണ്ട്. ഇതങ്ങനെ കെട്ടി വെച്ചിട്ടാൽ മതി. ലോക്ക് ചെയ്തിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ബട്ടറിൻ്റെ കൊമ്പുകൾ മേലേക്ക് പടർന്നു തുടങ്ങി. ഇനിയിപ്പോൾ ഈ ഇത്ര മതി നമുക്ക്. ഇവിടെ ഒന്നും ആവശ്യമില്ല കൊമ്പുകൾ. താഴെ അപ്പോൾ തരി വെയിറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ട ഇതൊക്കെ നോക്കി നല്ല മേലെ നല്ല കൊമ്പുകളുണ്ട്. നോക്കി ഏതൊന്നും കടിച്ചെടുത്ത് നോക്കിയണ്ട, നല്ല ഇതിലുണ്ടായിട്ടുണ്ട്. ഇനി മേലെ മാത്രം നമുക്ക് വളർത്തിയാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും അഭിപ്രായം പറയുക. ഞാൻ കായ ഉണ്ടായാലൊക്കെ അടുത്ത് വലുതായി കഴിഞ്ഞാലൊക്കെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ബഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ബഡിങ് അത്ര വലിയ പ്രശ്നമുള്ളതൊന്നുമല്ല, സുഖമായി ബഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഭിപ്രായം പറയുക, ഷെയർ ലൈക്ക് ചെയ്യുക. പിന്നെ ഒരു ഹായ് പറഞ്ഞപ്പോൾ എന്നാ ഒരു ഹായ്, നമ്മുടെ എന്താണ് ഞങ്ങളുടെ ചൂച്ചിടി, ഒരു ഹായ് പറഞ്ഞേ. ഹായ് അവിടെ ഇല്ല ഇവിടെ. അപ്പോൾ ഞങ്ങൾ ബായ്. ഓക്കെ.